General intelligence and reasoning. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും we know importance of this particular subject. So what does this mean? So reasoning എന്ന് പറയുമ്പോൾ സിമ്പിൾ ഒരു ലോജിക് യൂസ് ചെയ്തിട്ട് if you are solving a problem we can put that under what? Reason. ഇനി കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ we can actually divide this into two types. Verbal reasoning, non-verbal reasoning. So എന്താണ് verbal reasoning? As the name suggests, ഒരു ലാംഗ്വേജ് യൂസ് ചെയ്ത് നമ്മളൊരു മെസ്സേജ് കൺവേ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ verbal reasoning എന്ന് പറയും. So what will be non-verbal reasoning? ഒന്നുമില്ല. If you're using picture, diagram യൂസ് ചെയ്തിട്ട് നമ്മളൊരു മെസ്സേജ് കൺവേ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ non-verbal reasoning ആയിട്ട് പറയാൻ പറ്റും. So what are the topics that comes under verbal reasoning? Alphabet test, coding, decoding, analogy, classification, ranking and ordering, syllogism. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ റീസണിംഗിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് അസംപ്ഷൻസ്, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസ്, സ്റ്റേറ്റ്മെന്റ്സ് ആർഗ്യുമെന്റ്സ്, കോസ് ആൻഡ് ആക്ഷൻസ്, എക്സെട്ര. Now coming to non-verbal reasoning, as I already mentioned, it's completely what? Image based. So അതിൽ വരുന്ന important topics എന്ന് പറയുന്നത് counting of figures, mirror image, water image, paper cutting, folding, embedded figures. ഈ പറഞ്ഞ ടോപ്പിക്കിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് നന്ദനം സിനിമ. സോ അതില് രാജുവേട്ടന്റെ ക്യാരക്ടർ ബാലാമണിയോട് പറയുന്നുണ്ട്, ബാലാമണി 143 എന്ന്. ബാലാമണി 143 കാറിന്റെ നമ്പർ. ബാലാമണിക്ക് കാര്യം മനസ്സിലായില്ല. ബാലാമണി അടുത്ത വീട്ടിലെ ചേച്ചിയോട് ചോദിച്ചു. അടുത്ത വീട്ടിലെ ചേച്ചി ബാലാമണിക്ക് അതെന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ രാജുവേട്ടൻ ചെയ്തതാണ് കോഡിംഗ്. എന്നാൽ അടുത്ത വീട്ടിലെ ചേച്ചി അതിനെ ഡീകോഡ് ചെയ്തു, എന്നിട്ട് പറഞ്ഞു കൊടുത്തു 143 എന്ന് പറഞ്ഞാൽ ഐ ലവ് യു എന്ന്. നിക്ക് മനസ്സിലായിട്ടോ ഈ 143? എന്ത് മനസ്സിലായി? അതിന്റെ അർത്ഥം. സോ ഇത് തന്നെയാണ് നമുക്ക് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചെയ്യാനുള്ളത്. ഇതുപോലെ നിങ്ങൾക്കും സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. സോ നമ്മൾ വരുന്ന വീഡിയോസിൽ ഓരോ ടോപ്പിക്കിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഈസി ആയിട്ട് സോൾവ് ചെയ്യുക എന്നതുമായിട്ടുള്ള ടിപ്സും ട്രിക്സും ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.